നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കല്യാണവും കതിർമണ്ഡവും ഒക്കെ തന്നെ സ്വപ്നം കണ്ട കല്യാണ പന്തലിലേക്ക് ഇറങ്ങിയ പ്രതിശ്രുത വരനെ പിന്നെ കണ്ടത് തൂങ്ങി മരിച്ച നിലയിലാണ്. സംഭവം മലപ്പുറത്താണ്. മലപ്പുറത്ത് പ്രതിശ്രുത വരൻ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. ഇന്ന് വിവാഹം നടക്കാനിരിക്കെയാണ് ജീവനൊടുക്കിയത്. മലപ്പുറം കരിപ്പൂർ കുമ്മണിപ്പറമ്പ് സ്വദേശി ജിബിൻ എന്ന 30 വയസ്സുകാരനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷാർജയിൽ ജോലി ചെയ്യുകയായിരുന്ന ജിബിൻ വിവാഹത്തിന് വേണ്ടിയാണ് നാട്ടിലേക്ക് എത്തിയത്. ഓഡിറ്റോറിയത്തിൽ പോകുന്നതിന് മുന്നോടിയായി കുളിക്കാനായി ബാത്റൂമിൽ കയറിയതായിരുന്നു ജിബിൻ. സമയം കഴിഞ്ഞിട്ടും കാണാതായതോടുകൂടിയാണ് ബാത്റൂമിനുള്ളിൽ കൈഞ്ഞരമ്പുകൾ മുറിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറിച്ച നിലയിൽ കണ്ടെത്തിയ സമയത്ത് തന്നെ ജീവനില്ലായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. മരിച്ച നിലയിൽ തന്നെയായിരുന്നു ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ഇയാളുടെ ഫോൺ കോൾ ഉൾപ്പെടെയുള്ളവ പോലീസ് പരിശോധിക്കുകയാണ്. എന്താണ് കാര്യമെന്ന് ഒരു തുമ്പം കുടുംബാംഗങ്ങൾക്ക് പോലുമില്ല. എന്താണ് സംഭവിച്ചതെന്ന് വളരെ സന്തോഷവാനായിട്ടാണ് കണ്ടിരുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിരവധി ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വരികയും സന്തോഷവാനായിട്ടാണ് ഈ യുവാവിനെ കണ്ടത്. പക്ഷെ എന്താണ് പറ്റിയത്? പെട്ടെന്ന് വിവാഹത്തിന് മണിക്കൂറുകൾ മാത്രം നിൽക്കെ അതിന് തൊട്ട് മുൻപ് ഇത്തരമൊരു കാര്യം ചെയ്യാൻ എന്താണ് കാരണം എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയില്ല. കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. ആത്മഹത്യ ചെയ്ത നിലയിലായിരുന്നു. ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അദ്ദേഹം കുളിക്കുന്നുണ്ട് എന്ന് കരുതിയാണ് സമയം കഴിഞ്ഞും അദ്ദേഹത്തെ പുറത്തേക്ക് കാണാതായപ്പോൾ ആൾക്കാർ കരുതിയിരുന്നത് കുളിക്കുന്നു എന്നാണ്. പിന്നീട് വീണ്ടും മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴാണ് വാതിൽ തട്ടുകയും എന്നാൽ തുറക്കാതെ വരികയും ചെയ്തതോടുകൂടി ഇത്തരത്തിൽ ബന്ധുക്കൾ അന്വേഷിച്ചപ്പോഴാണ് കതക് പൊളിച്ചകത്ത് കടന്നപ്പോഴാണ് അദ്ദേഹത്തെ കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്താണ് കാരണമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ബന്ധുക്കളടക്കമുള്ളവർ അന്വേഷിക്കുകയാണ്. പോലീസ് എന്തായാലും കേസ് എടുത്തിട്ടുണ്ട്, കേസ് ആരംഭിച്ചിട്ടുണ്ട്. ഇയാളുടെ ഫോണും ലാപ്ടോപ്പും അടക്കം പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നതാണെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും എന്താണ് കാര്യമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തായാലും വളരെ വേദനാജനകമായിട്ടൊരു വാർത്ത തന്നെയാണ് മലപ്പുറത്ത് നിന്നും വരുന്നത്.